എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. സോഷ്യൽ മീഡിയയിൽ ഫെയിം ആയിട്ട് നിൽക്കുന്ന ആളുകളെ വന്നിരുന്ന് കമന്റ് ബോക്സിലും മെയിലിലും അപരാധം പറയുക എന്നുള്ളത് കുറച്ച് പേർക്ക് വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഹോബിയാണ്. ഇത് നമ്മൾ കാലാകാലങ്ങളായി സോഷ്യൽ മീഡിയയിൽ കണ്ടുവരുന്ന സാധനമാണ്. ദീപ്തി സീതത്തോടിനെ റാണി പി സദാശിവം പറഞ്ഞതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പക്ഷെ റാണി പി സദാശിവം ഇപ്പോൾ മോശമായിട്ടൊന്നും വരുന്നില്ല കേട്ടോ. പുള്ളിക്കാരി എനിക്കൊരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ അങ്ങനെയൊന്നും പറയില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പുള്ളിക്കാരി ചേഞ്ച് ചെയ്യും, നമ്മൾ പുള്ളിക്കാരി അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ സുജിത് ഭക്തൻ, ടെക് ട്രാവൽ ഈറ്റ് ബൈ സുജിത് ഭക്തൻ, നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു, ഇല്ലേ നമുക്കാണ് കാണുമ്പോൾ അറിയാം. ഈ സുജിത് ഭക്തൻ ഒരു വീഡിയോ ഇട്ടു. പുള്ളിക്കാരനെ 2.5 വർഷത്തോളം ഇമെയിലിലൂടെ പുള്ളിക്കാരനെയും പുള്ളിക്കാരൻ്റെ ഭാര്യയെയും വളരെ മോശമായ രീതിയിൽ പരാമർശിച്ചുകൊണ്ട് മെയിലുകൾ വരുന്നതും സംസാരിക്കുന്നതുമായിട്ടുള്ള ഒരു മെയിൽ ഇവരെ ഭയങ്കരമായിട്ട് ഹറാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ ഇവരൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഇത്തരത്തിൽ മോശമായിട്ട്, അതായത് ഒരു കണ്ടന്റ് ക്രിയേറ്ററിനെ അവരുടെ ഭാര്യയെ മോശമായിട്ട് സംസാരിക്കുന്ന ആളുകളുടെ പ്രധാന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, ഞാൻ മറ്റേ ഒളിഞ്ഞിരിക്കുവാണല്ലോ എന്നൊരു സാധനമാണ്. പക്ഷേ പ്രിയങ്കരനായ സുജിത് ഭക്തൻ അവരെ കണ്ടുപിടിച്ച് അവരോട് നേരിട്ട് വിളിച്ച് സംസാരിച്ച് നീ പെട്ടടാ മോനെ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ചെറുപ്പക്കാരൻ വീണ്ടും എന്താണ്ടൊക്കെയോ മണ്ടത്തരമൊക്കെ കാണിച്ചു വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് കാണാം ഈ സുജിത് ഭക്തനും ഫാമിലിയും വന്നിരുന്ന് സംസാരിക്കാൻ. നമുക്കൊന്ന് കേട്ടു തുടങ്ങാം. ഇവൻ ഇന്ത്യയിലല്ല, അതാണ് ഇവന്റെ ഏറ്റവും വലിയ അഹങ്കാരം. ഇന്ത്യൻ നിയമവ്യവസ്ഥയെ അവൻ വെല്ലുവിളിച്ചോണ്ടിരിക്കുകയാണ്. അതാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ നിയമവ്യവസ്ഥയെ അവൻ വെല്ലുവിളിച്ചോണ്ടിരിക്കുകയാണ്. ഈ കൊച്ചു കുഞ്ഞിനെ വരെ തെറി വിളിക്കാൻ നീ എന്താടാ ചെയ്തത്, ഞങ്ങൾ നിന്നോട് എന്താടാ ചെയ്തത്, നിനക്ക് മനസ്സിനോട് തോന്നുന്നുണ്ടോടാ നിനക്ക്? നീ ഒരു മനുഷ്യനാണോടാ? നീ ഒരു സൈക്കോപാത്താണ്, നീ ഒരു മൃഗമാണ്. ഈ മൃഗമെന്നൊന്നും പറയല്ലേ, മൃഗങ്ങളൊക്കെ ഒരുപാട് നല്ല രീതിയിൽ ജീവിക്കുന്ന മൃഗങ്ങളൊക്കെ ഉണ്ട്. ഇത് മൃഗമൊന്നുമല്ലേ, ഇവൻ ശരിക്കും സൈക്കോ ആണ്. അതായത് ഈ പുള്ളിക്കാരൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ, അതായത് ഒരു വ്യക്തി നിൽക്കുന്നു, ആ വ്യക്തിയെക്കുറിച്ച് വളരെ മോശമായ പരാമർശങ്ങൾ നടത്തുന്നു, അദ്ദേഹത്തിന്റെ ഭാര്യയെക്കുറിച്ച് സെക്ഷലി ഓറിയന്റഡ് ആയിട്ടുള്ള ഭയങ്കര മോശമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു, ബോഡി ഷെയ്മിങ് ചെയ്യുന്നു, അവരുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് പറയുന്നു, ഇവരുടെ സഹോദരങ്ങളെ കുറിച്ച് പറയുന്നു. അതായത് ആ കുടുംബത്തിലുള്ള എല്ലാവരെയും ഒരു ആവശ്യമില്ലാതെ വേട്ടയാടുകയാണ്. എന്തിനാണ് വേട്ടയാടുന്നത് ഈ പുള്ളിക്കാരനും അറിയത്തില്ല, എന്തിനാണ് ഞാൻ വേട്ടയാടപ്പെടുന്നതെന്ന് ആ പുള്ളിക്കാരനും അറിയത്തില്ല. ഇവർ തമ്മിൽ പേഴ്സണലി ഒരു ബന്ധവുമില്ല, ഒരു പരിചയമില്ല, ചുമ്മാ അവരാതെ പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇതിൽ നിന്ന് കിട്ടുന്ന സുഖം എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. നമ്മൾ കമന്റ് ബോക്സിൽ നോക്കിയാലും കാണാം, എന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുള്ള ധൈര്യത്തിൽ പുറഞ്ചം ഇരുന്ന് വായി തോന്നിയ വെകിളിത്തരം മൊത്തം പറയുന്ന കുറെ എണ്ണം എല്ലാ ഈ ക്രിയേറ്റേഴ്സിന്റെയും കമന്റ് ബോക്സിൽ വരാറുണ്ട്. ചുമ്മാ വന്നിരുന്ന തെറി വിളിക്കുക, നീ എന്തോ ഉണ്ടാക്കണം മറ്റവനെ മറിച്ചവനെ, എന്തിനാണ് ഇതിൽ നിന്ന് എന്ത് സുഖം കിട്ടുന്നതെന്ന് അറിയില്ല, ഇതെല്ലാം അങ്ങനെ ഇട്ടോളൂ. അപ്പൊ അങ്ങനെ ഇടുന്നവരെ പിടിക്കാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു തെളിവാണിത്. ഇവരെങ്ങനെയാ പിടിച്ചതെന്ന് വെച്ചാൽ എത്തിക്കൽ ഹാക്കേഴ്സിനെ വെച്ചിട്ട് ലവന്റെ ആസകല ഇങ്ങനെ ചുരുട്ടി മടക്കി എടുത്തോണ്ടെങ്കിൽ വന്നു. ആ സാധനം നമ്മുടെ സൈബർ സെല്ലിന് കൈമാറിയിട്ടുണ്ട്. 5ഓളം പേരെ കൊണ്ട് ഇവര് ഒരാളെ ഈ ഇന്ന മെയിൽ അയക്കുന്ന ആളുടെ ഐപിയും കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്ത് അയാളുടെ ഡീറ്റെയിൽസ് മൊത്തം എടുക്കുകയാണ് ചെയ്തത്. അപ്പൊ കുറെ മണ്ടത്തരം കാണിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇതിനെ കുറിച്ചൊക്കെ പറയുന്നത് കേൾക്കാം. കണ്ടുപിടിച്ച് വെച്ച ഫൈൻഡിങ്ങും എത്തിക്കൽ ഹാക്കേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ കണ്ടുപിടിച്ച് തന്ന ഫൈൻഡിങ്സും 5-6 പേര് കണ്ടുപിടിച്ച് തന്ന ഫൈൻഡിങ്സും IP അഡ്രസ്സും എല്ലാ സംഭവങ്ങളും ഒരാളുടെ അടുത്തേക്കാണ് എത്തുന്നത്. അങ്ങനെ ആ നാട്ടിൽ ആ ആള് അമേരിക്കയിലാണ്, ബോസ്റ്റണിലാണ്. ഇത്രയും മാത്രം ഞാൻ പറയുള്ളൂ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വഴിയേ പറയാം. ഈ ബോസ്റ്റണിൽ ഉള്ള ഇവന്റെ അടുത്തേക്ക് ഇവനെ കുറച്ച് ഹിസ്റ്ററിയും കൂടെ വേണം പറഞ്ഞു കൊടുക്കാം. ഇവൻ നാട്ടിൽ മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. അതിനു മുമ്പ് ഇവൻ ഇന്ത്യൻ സ്കൂൾ മസ്കറ്റിൽ പഠിച്ചിട്ടുണ്ട്. ഈ വീഡിയോ ഇവർ കംപ്ലീറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഈ അശ്ലീല കമന്റുകൾക്ക് ഉത്സുതം പടച്ചു വിടുന്ന ഈ ഒരു ചെറുപ്പക്കാരൻ, ഈ ഒരു പ്രാന്തന് വേണ്ടിയിട്ടാണ് ഇവർ ഈ വീഡിയോ മൊത്തത്തിൽ പടച്ചു വിട്ടിട്ടുള്ളത്. ഇതിനകത്ത് ഇവർ പറയുന്ന അയാളുടെ ഡീറ്റെയിൽസ്, അയാളുടെ ഫോൺ നമ്പർ ഇവരുടെ കയ്യിലുണ്ട്, അയാളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കയ്യിലുണ്ട്, അയാളുടെ ഫാമിലി കയ്യിലുണ്ട്, അയാൾ പഠിച്ചത്, അയാളുടെ ജാതകം, അയാൾ എന്ന് ജനിച്ചു, അയാളുടെ ഭാവി ഭൂതം വർത്തമാനം എല്ലാം ഇവരുടെ കയ്യിലുണ്ട്. മിതമായ താല്പര്യം കാണിക്കുകയാണെങ്കിൽ നല്ല സമയമാണ്. അപകടയോഗം കാണുന്നുണ്ട്, വാഹനങ്ങൾ എടുക്കാമെങ്കിൽ എടുത്തോളൂ. അയ്യോ, തട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഇനി ഇവര് ഈ പുള്ളിക്കാരന് ഒരു വാട്സാപ്പ് മെസ്സേജ് അയച്ചു. ഇന്നാളാന്ന് പറയണല്ലോ, ഹലോ എന്ന് പറഞ്ഞിട്ട് ആളുടെ പേരിട്ടുണ്ട്, ഹൈഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ ഒന്നടക്കം നമ്മൾ ആരാന്ന് കാണിക്കുന്നില്ല കേട്ടോ. ദിസ് ഈസ് സുജിത് ഭക്തൻ ഹിയർ ആൻഡ് ഐ വുഡ് ലൈക്ക് ടു ടോക്ക് ടു യു ഫോർ എ വൈൽ. എനിക്ക് കുറച്ച് സമയം നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമുണ്ടെന്ന് പറയുന്നു. വിളിച്ചിട്ടുണ്ട്, എടുത്തിട്ടില്ല. തിരിച്ചു വിളിച്ചിട്ടുണ്ട്, സുജിത് ഭക്തൻ എടുത്തിട്ടില്ല. അതിനുശേഷം അയാൾ ഹായ് വാട്ട്സ് അബൌട്ട് ദിസ് എന്ന് പറയുന്നുണ്ട്. അതിന് സുജിത് ഭക്തൻ തിരിച്ചു മെസ്സേജ് ചെയ്യുന്നു, ഇറ്റ്സ് ഓൾ അബൌട്ട് ആൻഡ് ഓൺലൈൻ അസോൾട്ട്, ഓൺലൈനിൽ ഉള്ള ഒരു ഹറാസ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് പറഞ്ഞു. അതിനെ പുള്ളി തിരിച്ചെന്ന് റിപ്ലൈ, ഐ ആം 100% ഷുവർ യു ഗോട്ട് എ റോങ് പേഴ്സൺ. അതിന് ഈ പുള്ളി ആ ചെയ്തതെന്ന് ആ പുള്ളി പറഞ്ഞില്ലല്ലോ, പിന്നെ നിനക്ക് എങ്ങനെ മനസ്സിലായി റോങ് പേഴ്സണെ, അല്ലെങ്കിൽ നിന്നെ ഇതായിട്ടാണ് പിടിച്ചത്? ഇതാ പറഞ്ഞത്, നമ്മൾ ഓവർ കോൺഫിഡൻസ് ചില കാര്യം ചെയ്യുമ്പോൾ ചില മണ്ടത്തരങ്ങൾ പറ്റും. ഈ കാര്യങ്ങളെ കുറിച്ച് സുജിത് ഭക്തൻ തന്നെ പറയാൻ നമുക്കൊന്ന് കേൾക്കാം. ഇമെയിൽ അയക്കുമല്ലോ, എനിക്ക് ഇമെയിൽ വന്ന ആ മൊമെന്റിലാണ് ഞാൻ ഇമെയിൽ അയക്കുന്നത്. അപ്പൊ ഇവൻ ഷോക്കായി, ഇവൻ റെസ്പോണ്ട് ചെയ്തില്ല. ഞാൻ ഇവനെ വിളിച്ചു വാട്സപ്പിൽ. അപ്പോൾ ഇവൻ എടുത്തില്ല. ഞങ്ങൾ ഇവനെ വാട്സപ്പിൽ വിളിച്ച് കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇവനെ ഫോൺ വിളിച്ചു.
അപ്പൊ അവിടെ US ടൈം ഒരു 10 മണി എന്തോ ആണെന്ന് തോന്നുന്നു രാത്രിയിൽ. അണ്ണൻ US ഇരുന്നിട്ട് ആ പരിപാടി ചെയ്യുന്നത്. അതായത് ഭൂഗോളത്തിന്റെ സ്പന്ദനം തന്നെ ഭൂമിയുടെ അങ്ങേ തലത്തും ഇങ്ങേ തലത്തിലും ഇരിക്കുമ്പോഴാണല്ലോ. അപ്പൊ അണ്ണൻ വിചാരിച്ചത് അവിടെ ഇരുന്ന് ഞാൻ അപരാധം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ പറ്റത്തില്ലെന്നാണ്. ഈ കമന്റ് ബോക്സിലും അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരാളെ ഹറാസ് ചെയ്യുന്ന ആളുകൾ എല്ലാവരും മനസ്സിലാക്കുക, തുനിഞ്ഞിറങ്ങി കഴിഞ്ഞാൽ കിട്ടും. കാരണം ഒരു IP അഡ്രസ്സ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് സാമാനമാകുമ്പോൾ ഇടുന്നത്. ആ IP ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിന്റെയൊക്കെ ജാതകം വരെ പൊക്കാൻ പറ്റും എന്ന് ഇത്തരത്തിൽ ഒരാളെ തകർക്കാൻ വേണ്ടി ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കുക. ഞാൻ ഫോൺ വിളിച്ചപ്പോൾ വോയിസ് മെയിലാണ് പോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു സുജിത് ഭക്തനാണ്, എനിക്ക് എന്നോട് സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴത്തേക്കിനും ഈ ആള് വാട്സപ്പിൽ തിരിച്ചു വിളിച്ചു, എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ മെസ്സേജ് അയച്ചു. ഞാൻ പറഞ്ഞു, അപ്പൊ അവൻ ചോദിക്കുന്നു വാട്ട് ഈസ് ദിസ് അബൌട്ട് എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇറ്റ്സ് അബൌട്ട് an ഓൺലൈൻ അസോൾട്ട് എന്ന് മാത്രം പറഞ്ഞു. ഇറ്റ്സ് അബൌട്ട് an ഓൺലൈൻ അസോൾട്ട് എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ആ മൊമെന്റിൽ അവൻ എന്നോട് പറയാണ് 100% യു ഗോട്ട് എ റോങ് പേഴ്സൺ. അതായത് ഇത് ഞാനല്ലാന്ന്. അതായത് ഇറ്റ്സ് അബൌട്ട് ഒരാളെ ഞാൻ മെസ്സേജ് അയച്ചിട്ട് എനിക്ക് സംസാരിക്കണം, ഇറ്റ്സ് അബൌട്ട് an ഓൺലൈൻ അസോൾട്ട് എന്ന് പറയുമ്പോഴത്തേക്കിനും അതെന്തായിരിക്കും എന്ന് അവൻ എങ്ങനെ ഗസ് ചെയ്യുന്നു? അവൻ അറിയാലോ, കാരണം മരുന്ന് ഡപ്പയിൽ ഇട്ട് വെച്ചത് അവൻ തന്നെയല്ലേ. അവനറിയാം ആ മരുന്ന് ഡപ്പയിലുള്ള സാധനം ഞാൻ ഇട്ട് വെച്ചതെന്ന്. പെട്ടെന്ന് എടാ എനിക്ക് ഒരുത്തൻ എന്നെ മോശമായിട്ട് ഇതാക്കുന്നു, എനിക്കറിയത്തില്ല ഞാനല്ല എന്ന് പറഞ്ഞിട്ട് സ്വന്തമായിട്ട് മറ്റേ കൈവിലങ്ങ് നീട്ടിക്കൊണ്ട് അറസ്റ്റ് ചെയ്തോളൂ സർ എന്ന് പറഞ്ഞ് നിന്ന് കൊടുത്ത അവസ്ഥയാണ് ഈ പൊട്ടന വന്നത്. എടാ നീ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മിനിമം ഒരു കോമൺ സെൻസിൽ കുറച്ച് ബുദ്ധിയൊക്കെ പ്രയോഗിക്കണ്ട മോനെ. ഇങ്ങനെ നമ്മൾ ഇത്ര സിമ്പിൾ ആയിട്ട് പിടിക്കപ്പെടാനാണോ 2 വർഷം നമ്മൾ ഈ പരിപാടിയൊക്കെ ചെയ്തേ? മണ്ടൻ. അവൻ എങ്ങനെ പറയാൻ പറ്റും അത് ഞാനല്ല എന്നത്? നീ ആണെന്ന് ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. അപ്പൊ അവൻ എന്നെ അറിയാം 100%. അത് അവനാണ് ചെയ്തത്, അവൻ അറിയാം. എന്നിട്ടാണ് അവൻ ഉരുണ്ട് കളിക്കുന്നത്. ഇതെനിക്ക് ഓർമ്മ വന്നു, മറ്റേ റാണി പി സദാശിവന്റെ അടുത്ത് നമ്മുടെ VR in ലവ് ചെന്നപ്പോ നിങ്ങൾ യൂട്യൂബർ അല്ലേ എന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി നിന്ന പോലത്തെ ഒരു സാധനമാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഈ പുള്ളിക്കാരുടെ ഈ ഒരു ഇത് കാണപ്പെടുന്നതിനും. കാരണം ബേസിക്കലി ഇവരെ തപ്പി വരത്തില്ല, എന്നെ റീച്ച് ചെയ്യാൻ സാധിക്കില്ല എന്ന ഉറപ്പിലാണ് ഇവരെല്ലാം ചെയ്യുന്നത്. അങ്ങനെ ഒരു ഉറപ്പില്ല. ഞാൻ എൻ്റെ ഓവർ കോൺഫിഡൻസ് നിൽക്കുമ്പോൾ ഞാൻ എത്തില്ല എന്ന് ചിന്തിച്ചവൻ എന്നെ റീച്ച് ചെയ്യുമ്പോഴത്തേനും ഒരു ഷോക്ക് ഉണ്ടാവുമല്ലോ. ആ ഷോക്കിന്റെ പുറത്താണ് ഈ സാധനം ചെയ്തത്. ഇമോഷന്റെ പുറത്ത് പുള്ളി ഒത്തിരി മണ്ടത്തരങ്ങൾ കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സുജിത് ഭക്തൻ ഇയാളെ ഫോൺ വിളിച്ച് സംസാരിക്കുന്നത് ചില ശകലങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. എനിക്ക് കഴിഞ്ഞ 1-2 വർഷമായിട്ട് എനിക്ക് എന്നെയും എൻ്റെ ഫാമിലിയെയും നിരന്തരമായി ഒരു പർട്ടിക്കുലർ ആള് he keeps on creating new email ID and abusing me, assaulting me. അത് പയ്യെന്നുള്ളത് ചെയ്ത ആൾക്കറിയാം പയ്യെന്നുള്ളത്. അത് നീയല്ലേ പിന്നെ പറയണ്ടേ? നീയല്ലേ ചെയ്തേ? നീയാണ് പറയേണ്ടത്. നമുക്ക് എങ്ങനെ അറിയാം? ശരിക്കും ഇങ്ങനെ മോശമായിട്ട് കമന്റ് ഇടുന്ന അല്ലെങ്കിൽ മോശമായിട്ട് ഒരാളെ ഇൻസൾട്ട് ചെയ്യുന്ന, ഒരാളുടെ ജീവിതത്തിനെ തന്നെ തകർക്കുന്ന, അയാളുടെ ഭാര്യയെ കുറിച്ച് മോശമായിട്ട് കമന്റ് ഇടുന്ന എന്താണ് അവർക്ക് കിട്ടുന്ന സുഖമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ശരിക്കും സൈക്കോസ് ആയിരിക്കും വലിയോ? അതിന് സാധ്യതയുള്ളൂ. എന്താ നിങ്ങളുടെ അഭിപ്രായം? താഴെ കമന്റ് ചെയ്യൂ. അതോടൊപ്പം തന്നെ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത പ്ലക്കനെ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്തേക്കുക കേട്ടോ. Yes. So last 1 month ആയിട്ട് he has gone aggressive. ഞാൻ വെറുതെ വിട്ടിരിക്കുകയായിരുന്നു. He has gone aggressive and with the help of cyber security team and some other people എനിക്ക് IP ട്രേസ് ഔട്ട് ചെയ്ത് കിട്ടിയത്. ആ IP-യിൽ നിന്നാണ് നിങ്ങളുടെ ലിങ്ക്ഡിനും ബാക്കിയുള്ള നിങ്ങളുടെ എല്ലാ പ്രൊഫൈലും യൂസ് ചെയ്യുന്നത്, നിങ്ങളുടെ ഇമെയിലുടെ അടക്കം എല്ലാം യൂസ് ചെയ്യുന്നത്. See, the emails you sent me, they're not mine. Okay. I don't know what cyber team you have, but you need to get a better cyber team. Yeah, of course. ഞാൻ അതെന്തായാലും നിങ്ങളെ കോൺടാക്ട് ചെയ്തത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ just want to inform you this and നിങ്ങളെ പ്രൈമറി സസ്പെക്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാനിവിടെ കോർട്ടിൽ ലീഗലായിട്ട് നീങ്ങുകയാണ്. അതുകൊണ്ട് ഇതൊന്നും അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങൾ, കാരണം എനിക്ക് കിട്ടിയ ഡേറ്റാബേസ് അത് ഞാനെടുത്ത ഡേറ്റാബേസ് അല്ല, ഇവിടുത്തെ എന്റെ പൊന്നു മോനെ, ഈ ക്യാമറ എടുക്കുന്ന ഒരിടത്ത് നിൽക്കി ഇങ്ങനെ പോയി അങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് അങ്ങനെ വന്ന് ഒരിടത്ത് നിൽക്കും എന്നല്ല നമുക്ക് കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് പറയാൻ പറ്റൂ. ഇതെന്താണിത്? അതോറിറ്റി ആയിട്ടുള്ള ആളുകൾ എടുത്ത ഡേറ്റാബേസ് ആണ്. സോ അത് നിങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് സംസാരിച്ച് തീർക്കാം. നിങ്ങളല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളല്ലാന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ലീഗലി പോകാൻ വേണ്ടിയാണ്. I don't know who you are. Okay. I don't know who you are. I'm not sure what this is about. Okay. ഇത് മറ്റേ ഒരു സിനിമയിലെ I don't know who you are, what ഇതൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബാസുള്ള സൗണ്ട് സാധനമല്ലേ, അതുപോലെ സാധനം. ആൾ അമേരിക്കയിലാണ്. പുള്ളിക്കാരൻ അപ്പോഴേ പതറി. പുള്ളിക്കാരൻ പറഞ്ഞത് ഞാനല്ല, എൻ്റെ പൊന്നളവേ എനിക്കറിയത്തില്ല, നീ കണ്ടുപിടിച്ചാലും ഞാനല്ല, നിന്റെ സെക്യൂരിറ്റി ടീം എല്ലാം തെറ്റാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളി കിടന്ന് ഉരുളുവാണ്. അതായത് മറ്റേ ഉരുണ്ട് ദേഹത്തായ പൊടി തട്ടിക്കളഞ്ഞിട്ടാണെന്ന് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റും. ഇനി ഇത് മാത്രമല്ല, അണ്ണൻ സംസാരിക്കുമ്പോഴത്തേനും അണ്ണൻ്റെ അച്ഛൻ ഫോൺ മേടിച്ച് സംസാരിക്കുന്നുണ്ട്. അതായത് പണ്ട് കാലങ്ങളിൽ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴത്തേനും മക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അച്ഛനെ വിളിച്ചിട്ടോളാ എന്ന് പറയും. അപ്പം അച്ഛനെ വിളിച്ചിട്ട് വരും. ആ ഒരു സെറ്റപ്പിൽ ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ ഫോൺ മേടിച്ചിട്ട് അച്ഛൻ സംസാരിക്കുന്നുണ്ട്. അച്ഛൻ മരണമാസം കില്ലാടി അച്ഛൻ. ഫാദർ ആണ് കേട്ടോ, ഫാദർ. വെരി ഗുഡ്. ഓക്കെ. അച്ഛനെന്നല്ല പറഞ്ഞു, ഞാൻ അവന്റെ അപ്പനാണ് പറഞ്ഞത്.
അതെന്നെ മനസ്സിലായത് അപ്പനാണെന്ന്. നിനക്ക് എന്തോ വേണ്ടേ? അപ്പനെ വിളിച്ചാണോ അപ്പനാന്ന് മനസ്സിലായെന്ന് പറഞ്ഞാണോ സുജിത് ഭക്തന്റെ വിളിയിൽ ചെറുതായിട്ടൊരു അച്ഛന് വിളി എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ നിന്റെ തൊണ്ട. അത് ശരി. ഞാൻ I'm talking to your son peacefully and I'm trying to sort it out and I will call you. We are a bit busy. കണ്ടോ, അത് മനസ്സിലാവുന്നുണ്ടല്ല. ഇപ്പൊ എല്ലാം മനസ്സിലായി സാറേ, കുഴപ്പമില്ല. സോ നമുക്ക് നിനക്ക് എന്തോ മനസ്സിലായെന്ന് പറ. അപ്പൊ അച്ഛനാണല്ലോ ഇതിന്റെ പരിപാടികളെല്ലാം. എന്തോ പരിപാടിയാണോ? ആ പറഞ്ഞോ. എന്തോ പരിപാടി മാനസമയിനേ വരൂ. അച്ഛൻ അപ്പോഴേ അങ്ങ് ട്രാക്ക് മാറ്റി, അച്ഛൻ വേറെ ട്രാക്കിലേക്ക് പോയി. ഇതിനകത്ത് നമ്മൾ ബലമായിട്ട് സംശയിക്കേണ്ട ഒരു കാര്യം, ഇനി ഈ അച്ഛനാണോ ഈ പരിപാടി ഒപ്പിക്കുന്നത് എന്നുള്ളത് നമുക്കറിയണം. ചില ആളുകൾക്ക് ഞാൻ കഴിഞ്ഞത്ത് ചില പറഞ്ഞതിനകത്ത് പുഷ് കൊടുത്തില്ലെന്നായിരുന്നു പ്രശ്നം. ചില ആളുകൾക്ക് പ്രായമാകുമ്പോഴത്തേനും ഇത്തരത്തിലൊരു ഇളക്കം തട്ടാറുണ്ട്. ഇനി അച്ഛനാണോ അതോ അച്ഛനും മകനും കൂടെ ചേർന്നിട്ടാണോ ഇത്? ഈ അച്ഛനും മകനും തമ്മിൽ സിനിമകളിലൊക്കെ കാണുന്ന പോലെ സുജിത് ഭക്തന്റെ അച്ഛനുമായിട്ട് എന്തെങ്കിലും ഫ്ലാഷ് ബാക്ക് ഉണ്ട്, അല്ലെങ്കിൽ സുജിത് ഭക്തനുമായിട്ട് എന്തെങ്കിലും ഫ്ലാഷ് ബാക്ക് ഉണ്ട്, അങ്ങനെ അതിന്റെ റിവെഞ്ച് വെച്ച് തീർക്കുന്നൊരു നമ്മൾ കണ്ടുവരുന്ന ഒരു കൊമേഴ്ഷ്യൽ മൂവി സ്റ്റോറിയാണോ ഈ നടക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. എന്തോ എവിടെ ഒരു തകരാറുണ്ട്. I don't understand what he says. Ask him what does he want. What happened? See, I'm speaking. I'm his wife. I'm Shweta. പുള്ളിക്കാരിയും സെയിം സാധനങ്ങളൊക്കെ പറയുന്നു. പുള്ളിക്കാരോട് എനിക്കറിയത്തില്ല, നിന്റെ കെട്ടിയവനോട് നല്ല വല്ല ആളെ വെച്ച് അന്വേഷിക്കാൻ പറയാനൊക്കെ ഉള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. ഏതായാലും അവർ ട്രാപ്പായെന്ന് മനസ്സിലായി. ഇതൊന്നും അല്ല ഇതിന്റെ സംഭവം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു കാലത്ത് നമ്മൾ റീച്ച് ചെയ്യില്ല എന്ന് ചിന്തിച്ച ഒരാൾ നമ്മൾ റീച്ച് ചെയ്യുമ്പോഴത്തേനും പുള്ളിക്കാരൻ ആ ഇമോഷണൽ ഡാമേജിൽ കുറച്ച് മണ്ടത്തരങ്ങൾ ചെയ്യുന്നുണ്ട്. ആ മണ്ടത്തരങ്ങൾ കൂടി സുജിത് ഭക്തൻ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ പേടിക്കും, ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആവും, ഞാൻ അങ്ങനെയാവും ഇങ്ങനെയാവും, ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും അതെല്ലാം ചെയ്യും. ഈ ഫോൺ വിളിച്ച് വെച്ച് ഒരു 10 മിനിറ്റിനുള്ളിൽ ഇവന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഡീആക്ടിവേറ്റഡ് ആയി. അത്ര നേരം ഉണ്ടായിരുന്ന ഇവന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഡീആക്ടിവേറ്റഡ് ആയി. പിന്നാണ് പേടിക്കാതിരിക്കുമോ? തെളിവെല്ലാം തൂക്കി എന്ന് പറയുമ്പോഴത്തേന് ആൾമാറാട്ടം കളിക്കണ്ടേ? പിന്നെ നീ കുറച്ച് കഴിയുമ്പോൾ മീശയും എടുത്തിട്ട് ഇവിടെ ഒരു ഉണ്ണിയും വെച്ചോണ്ട് വരും. ആ ഞാനല്ല കേട്ടോ ഈ ഞാനെന്നും പറഞ്ഞുകൊണ്ട് അണ്ണം പേടിച്ച്. അതന്നെ സംഭവം. അപ്പൊ ഞാൻ ഇവരെ മെസ്സേജ് അയച്ചു, നീ ഇത്ര ഭീരുവാണോ, നീ എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ചെയ്തല്ലേ എന്ന് ചോദിച്ചോണ്ട് മെസ്സേജ് അയച്ചു. ആ മെസ്സേജ് അയച്ചിട്ട് 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇവന് വീണ്ടും ആക്ടിവേറ്റ് ആക്കി. മണ്ടൻ. അതായത് ഈ നമ്മുടെ സുജിത് ഭക്തൻ പറയും അങ്ങോട്ട് ചാടാടാ കൊച്ചിരാമ, ഇങ്ങോട്ട് ചാടാടാ കുഞ്ഞിരാമ, നമ്മുടെ ശശികല മാഡം പറഞ്ഞ പോലെ. അപ്പൊ അതിനനുസരിച്ചിട്ട് ഈ പുള്ളിക്കാരൻ അങ്ങോട്ട് ഇങ്ങോട്ട് ചാടും. അങ്ങോട്ട് ചാടരുതെന്ന് പറയുമ്പോൾ അങ്ങോട്ട് ചാടും, ഇങ്ങോട്ട് ചാടരുതെന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് ചാടും. ഇത് സുജിത് ഭക്തൻ കറക്റ്റായിട്ട് നോട്ട് ചെയ്തു. എൻ്റെ അറിവ് പ്രകാരം ഈ സുജിത് ഭക്തൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇന്റലിജന്റ് ആയിട്ടൊരു വ്യക്തിയാണ്. അയാൾ ഭയങ്കര ബോധവും വിവരവും പൊക്കണവും ഒക്കെ ഉള്ള ഒരാളാണ്. അപ്പൊ നിങ്ങൾ ഒരാളെ അനലൈസ് ചെയ്തിട്ട് കളിക്കുക കേട്ടോ. അതായത് നിനക്ക് ബുദ്ധി ഉണ്ടാവാം, പക്ഷെ ബാക്കിയുള്ളവരെല്ലാം മണ്ടന്മാരാണെന്ന് ഈ കമന്റ് ഇടുന്ന ഈ വിവരമില്ലാത്ത മോൻ ചിന്തിക്കരുത്. അതിനുശേഷം വൈകിട്ടായപ്പോഴത്തേക്കും ഇവന്റെ വെബ്സൈറ്റ്, ഇവന്റെ ജാതകവും ഇവന്റെ റെസ്യൂമേയും ഇവന്റെ A-to-Z വിവരങ്ങൾ ഉണ്ടായിരുന്ന ആ വെബ്സൈറ്റ് അന്ന് മുതൽ ഇന്ന് വരെ അപ്രത്യക്ഷമാണ്. അപ്പൊ അവൻ ചെറുക്കൻ അറിയില്ല സ്ക്രീൻഷോട്ട് എന്നൊരു ടെക്നിക്ക് ഉണ്ടെന്ന് അവൻ അറിയില്ലല്ലോ. നമ്മുടെ അത്രയും ടെക്നിക്കൽ നോളജ് അവനില്ലല്ലോ. അവൻ ആകെ അറിയാവുന്ന മെയിലിനകത്ത് കുറെ സെക്ഷൽ അസോൾട്ട് അയച്ചു വിടാനല്ലേ അവൻ അറിയത്തുള്ളൂ. താങ്കളുടെ വൈഫിനെ കുറെ കുറ്റം പറയാൻ അവൻ അറിയത്തുള്ളൂ. അവൻ ഇത് ഇങ്ങനെയുള്ള നോളജ് ഒന്നും ഇല്ലെന്നേ. അത്രയ്ക്ക് വിവരമുള്ളവൻ, കോമൺ സെൻസ് ഉള്ളവൻ മറ്റൊരു വ്യക്തിയുടെ ബോഡി ഷേമിങ് ചെയ്യരുത്, മറ്റൊരു വ്യക്തിയുടെ പ്രൈവസിയിലേക്ക് കടന്നു ചെല്ലരുത്. റിയാക്ഷൻ വീഡിയോ നമ്മളല്ല കേട്ടോ. ഇത് വളരെ മോശം വളച്ചേരമായ സാധനം. നമ്മൾ ഇന്നത്തെ ഡീസന്റ് സാധനമൊന്നുമല്ല. ബാക്കി പറ. അതിനുശേഷം കറക്റ്റ് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇവൻ എനിക്ക് മെയിൽ അയച്ചിരിക്കുകയാണ്. ആ മെയിലിനകത്താണ് അണ്ണൻ ട്രാപ്പായ അടുത്ത സാധനം. അതായത് ഈ പുള്ളിക്കാരൻ അദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ചു, അല്ലെങ്കിൽ ഈ വേറൊരാളാണെന്ന് തന്നെ വെച്ചോ, വേറൊരാളെ വിളിച്ച് സംസാരിച്ചു എന്ന് ഇദ്ദേഹത്തിനും അറിയത്തുള്ളൂ. പക്ഷെ ഈ മെയിൽ അയച്ചുകൊണ്ടിരുന്നതിന് മനസ്സിലായി നിങ്ങൾ വേറൊരു റോങ് ഗൈയെ കോട്ട് ചെയ്തെന്നുള്ളത്. അതെങ്ങനെ മനസ്സിലായി? അത് പറയുന്നുണ്ട്, കേൾക്കാം. I am warning you that you got the wrong guy. I got the wrong guy. നീ എങ്ങനെ മനസ്സിലാക്കണം മണ്ടൻ? ഇവൻ എങ്ങനെ അറിയും അത് അവരൊരാളെ കോണ്ടാക്ട് ചെയ്യുന്നത്? എടാ നീ കുറച്ച് ഉപയോഗിക്കടാ, ഉണ്ടെങ്കിൽ ഉപയോഗിക്കും മുനെ. നീ അങ്ങനെ ഒരു മെയിൽ അയച്ചില്ലായിരുന്നു, അവരത് അറിയത്തില്ലായിരുന്നല്ലോ. അവര് തന്നെ കൺഫ്യൂഷനായി. നീ അവനാണോ ഇവനെന്ന് ഇവര് ചിന്തിച്ചേനെ. ഇല്ല, ഇവൻ തന്നെ പറഞ്ഞു നീ വിളിച്ച് സംസാരിച്ചില്ലേ, ആ സംസാരിച്ചത് ഞാനല്ല, അത് വേറെ ഏതോ ഒരുത്തൻ. ഈ ശരിക്കുള്ള ഞാൻ ഇതല്ല, ശരിക്കുള്ള ഞാൻ വേറെ എവിടെയോ ഇരിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ അണ്ണൻ മെയിൽ അയച്ചിട്ടുണ്ട്. ഞാനില്ലേ, അത് ഞാനല്ല, ഞാൻ എവിടെയോ ആണ് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് ഇങ്ങനെ ജീവിക്കുന്നത്. അല്ലേ? ഇവൻ എങ്ങനെ മനസ്സിലായി ഐ ഗോട്ട് ദ റോങ് ഗൈ എന്ന്? എന്നിട്ട് ഒരു നീണ്ട ഇമെയിൽ കട്ടുകട്ടി ഇംഗ്ലീഷിൽ അത്രയും നാൾ ഇവൻ എനിക്ക് ഇതുപോലെ ഒരു മെയിൽ അയച്ചിട്ടില്ല. ഇവൻ വൃത്തികെട്ട ഭാഷയിൽ മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്തോണ്ടിരുന്ന വ്യക്തി കട്ടുകട്ടി ഇംഗ്ലീഷില്, പ്യോർ ഇംഗ്ലീഷില് ഇംഗ്ലീഷുകാരനായി. അവൻ അത്രയ്ക്ക് പേടിച്ച് തൂറി ഇരുന്നിട്ടാണ്
അവൻ എന്താ പറയാ മെയിലിട്ടത്. ആ മെയിൽ എനിക്ക് ഡ്രാഫ്റ്റ് ചെയ്തായി. അത് സംശയിക്കാനൊന്നുമില്ല. അവൻ പേടിച്ചു. അതായത് അവന്റെ പാൻറ് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒഴുകിയിട്ടുണ്ടാവും. പേടിച്ചു. നമ്മൾ ഒരിക്കലും പിടിക്കപ്പെടില്ല എന്നുള്ള ധൈര്യത്തിൽ ചെയ്തതാണ്. ഇത് നമ്മുടെ സമൂഹത്തിൽ വളരെയധികം കണ്ടുവരുന്ന ഒരു സാധനമാണ്. ഒരു സ്ത്രീയെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര മോശമായിട്ട് സംസാരിക്കുക, വൾഗറായിട്ട് സംസാരിക്കുക. നമ്മൾ തന്നെ പല ആൾക്കാരുടെയും ലേഡീസ് ലൈവ് വരുമ്പോഴത്തേനും വന്നിരുന്ന് ഓരോരുത്തന്മാർ പറയുന്ന കമന്റ് കേട്ട് കഴിഞ്ഞാൽ ചെപ്പ അടിച്ച് പൊട്ടിക്കാൻ തോന്നുന്നു. അത്ര മോശമായിട്ട് ഒരു സ്ത്രീയെ കാണുന്നുണ്ട് സംസാരിക്കുന്നത്. ഈ ബോഡി ഷെയ്മിങ് അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്ന് പറയുന്ന ഒരു സെക്ഷൽ കണ്ടന്റ് ആയിട്ട് മാത്രം കാണുന്ന കുറേ മരവാഴകളുണ്ട്. അങ്ങനെയുള്ളവരെല്ലാം ചിന്തിക്കുക, നിന്നെയൊക്കെ തൂക്കാൻ പറ്റും. നീ ഫേക്ക് ഐ ഡി വന്നിരുന്നതാണ് കുരയ്ക്കുന്നത് എന്നുള്ള ധൈര്യം ഒന്നും വേണ്ട. എല്ലാം തൂക്കാൻ പറ്റും. IP അഡ്രസ് ഇല്ലാതെ മുന്നേ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ തൂക്കാൻ പറ്റുന്ന കാര്യം ബോധത്തിൽ വെക്കുക. മറ്റൊരാളെ മാന്യമായിട്ട് സംസാരിക്കുക. നിങ്ങൾ മാന്യമായിട്ട് സംസാരിക്കുക. നിങ്ങൾക്ക് അയാളെന്ത് വൈരാഗ്യം ഉണ്ടെങ്കിൽ അയാളെ പറയുക. കുടുംബത്തെ മൊത്തം മോശമായിട്ട് പറയുന്നത്. കുടുംബത്തെ തൊട്ട് കഴിഞ്ഞ് ആരായാലും പിടിക്കും കേട്ടോ. ദൃശ്യത്തിലെ ലാലേട്ടനാവും ലാസ്റ്റ് സുജിത് ഭക്തൻ പോലീസ് സ്റ്റേഷന്റെ മുട്ടിൽ നിന്ന് കാണാം. ഇതിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റുകളെ രേഖപ്പെടുത്താൻ വേണ്ടി കാണാം. ബൈ.